എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ഗംഗേട്ടനോടും ശിവനോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വ്യഭിചരിച്ച് നടന്ന പെങ്ങളെയും മകളെയും എനിക്ക് സമ്മാനമായി തന്നിട്ട് അതിൻ്റെ ഷോക്ക് എനിക്കിതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ ഷോക്കൊന്നും മാറട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെപ്പോലെ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കാം എന്നൊക്കെ പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ബാലേന്ദ്ര, അതെല്ലാം അത് വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിനക്കും പ്രയോജനമില്ല, കേൾക്കുന്ന ഞങ്ങൾക്കും പ്രയോജനമില്ല, അതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, അത് കഴിഞ്ഞു എന്നോ? ആർക്ക്? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, നഷ്ടപ്പെട്ടത് മൊത്തം എനിക്കാണ്, എൻ്റെ ലൈഫാണ് എന്ന് പറയുമ്പം ഗംഗാധരൻ പറയും, നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ആ ലൈഫ് തിരിച്ചു കിട്ടും, അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് പറയുമ്പം ആര് വിചാരിക്കണം? ഞാനോ? വ്യഭിചരിച്ച് തോന്നിയാസം കാണിച്ച് അഹങ്കാരം കാണിച്ച് നടന്ന നിങ്ങളുടെ പെങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോഴും മനസ്സ് വെക്കേണ്ടത് ഞാനാണല്ലേ എന്ന് ചോദിക്കുമ്പം ശിവൻ പിന്നെയും പറയുന്നുണ്ട്, ബാലേന്ദ്ര, നീ ഇങ്ങനെ കരയ്ക്കും വെള്ളത്തിലും ഇറങ്ങാതെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാകുന്നത്? എന്തെങ്കിലും ഒരു തീരുമാനമാകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഞാൻ ഏത് കരയ്ക്കാണ് കയറേണ്ടത് എന്ന്. ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നിങ്ങൾക്കറിയാലോ. 22 വർഷം നിങ്ങളെല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിൽ ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഇനിയും ഇതുപോലെ പൊട്ടനായി തന്നെ മുന്നോട്ട് പോകണോ? അതോ അറിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഈ ഇപ്പം ചിന്നിച്ചേറി കിടക്കുന്ന കുടുംബത്തെ 4 വഴിക്കാക്കണോ? എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം ഗംഗാധരൻ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനമെടുത്താൽ മതി, ഞങ്ങൾ അഭിപ്രായം പറയില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് തീരുമാനമെടുക്കാനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അന്നേരം ഗംഗാധരൻ പറയും, ഞങ്ങളിപ്പോൾ വന്നത് എന്തിനാണ് എന്ന് ബാലേന്ദ്രന് മനസ്സിലായോ? ഞങ്ങൾ വൈജയന്തി ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, അതെനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാനാണ് ഇങ്ങോട്ട് രണ്ടുപേരോട് ഒരുമിച്ച് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പെങ്ങളെ പുനഃപ്രതിഷ്ഠിക്കാനായിരിക്കും, അത് ഏതായാലും നല്ല കാര്യമായി, നന്നായി എന്ന് പറയുവാണേ. എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഞങ്ങൾ അത്രയും കാര്യം ചെയ്തിട്ടുണ്ട്, ഇനി എന്താ വേണ്ടത്? നിങ്ങളുടെ ലൈഫ് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ അത് നശിപ്പിച്ച് 4 വഴിക്കാക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ താഴോട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് തന്നെ തീരുമാനം എടുക്കാനാണെങ്കിൽ ഞാൻ തീരുമാനം എടുത്തേനെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിവോഴ്സ് മേടിച്ചേനെ. ഡിവോഴ്സ് മേടിച്ചാലും ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങളാരും കരുതണ്ട. അങ്ങനെ ഡിവോഴ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം എങ്ങനെ ആർഭാടമായിട്ടാണോ ഞാൻ നടത്തിയത്, അതുപോലെ തന്നെ ആർഭാടമായിട്ട് ഒരു പാർട്ടി വിളിച്ച് എന്തുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് നേടിയത് എന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തുറന്ന് പറയും. കാരണം അല്ലെങ്കിൽ പലരും വിചാരിക്കും ഒരു കിളിന്ത് പെങ്കൊച്ചിനെ കണ്ടുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ചതാണ്, അതിന് ഞാൻ ഇടകൊടുക്കുകയില്ല എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ബാലേന്ദ്രൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. പിന്നെ പഴയ കാര്യം പറയണ്ട എന്നൊക്കെ ഗംഗാധരൻ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പറയാനുള്ള അവകാശമെങ്കിലും എനിക്ക് തരണം, കാരണം നഷ്ടപ്പെട്ടവൻ ഞാനാണ് എന്നൊക്കെ. പോകുന്നതിന് മുമ്പ് രോഹി എന്തി എന്ന് ചോദിക്കും, എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്ത് റൂമിൽ കിടപ്പുണ്ട് എന്ന് പറയും. അവരിറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, അതും കൊല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടിയ സംഭാവനയാണ് എന്ന്. അന്നേരം ശിവൻ തിരിഞ്ഞു നിന്നിട്ട്, അതെന്താ ബാലേന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ഈ അവസ്ഥ വരാൻ കാരണം ശിവേട്ടൻ്റെ മകൻ ഹരിയാണ്, അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇപ്പം രോഹിക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയുമ്പം ശിവൻ പറയും, എന്നിട്ടും എൻ്റെ മകൻ ഇപ്പോഴും ജയിലിലല്ലേ, നിൻ്റെ മകനെ നീ രക്ഷിച്ചെടുത്തില്ലേടാ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അനാഥ പെൺകുട്ടിയുടെ പുണ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ആരും വരണ്ട എന്ന്. അപ്പോൾ പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ശിവൻ ഗംഗാധരനോട് പുറത്തേക്ക് പോകുന്നു. ഈ സമയം താഴെ അലീന അടുക്കളയിൽ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ, എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി. അന്നേരമാണ് ബബിത അങ്ങോട്ട് വരുന്നത്. വന്നിങ്ങനെ അടുത്ത് നിൽക്കുമ്പം അലീന ചോദിക്കും, എന്താ നിനക്ക് വേണ്ടത്, ജ്യൂസ് വേണോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട അമ്മ വന്നു എന്ന് പറയുക. അന്നേരം ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് അമ്മയ്ക്കോട് കൊടുക്കാനാണ് ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചതെന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് ജ്യൂസ് വേണ്ട, ചായ മതി എന്ന് പറയുമ്പം, ഓ ഞാൻ ജ്യൂസ് എടുത്ത് പോയല്ലോ, എങ്കിലൊരു കാര്യം ചെയ്യും, നീ ഇതെല്ലാം കൂടെ എടുത്ത് ഡൈനിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കാവോ, ഞാൻ ഒരു 5 മിനിറ്റ് ചായ എടുത്ത് തരാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അലീന അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, എന്നാൽ ഇത് ഞാനെടുത്ത് അങ്ങോട്ട് വെക്കട്ടെ എന്ന് ചോദിക്കുവാണ്. വെച്ചോ എന്നും പറയുന്നു. എന്നിട്ട് ബബിത ഇതെടുത്തുകൊണ്ട് പോകുമ്പം അവളുടെ ആ മാറ്റത്തിൽ ചെറിയൊരു അത്ഭുതം അലീനയ്ക്കും ഉണ്ട് കേട്ടോ. അലീന ഇങ്ങനെ കുറച്ച് നോക്കി നിന്നിട്ട് ചായ എടുക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. അതുപോലെ ഗംഗാധരനും ശിവനോട് രോഹിയുടെ റൂമിലേക്കും പോകുന്നുണ്ട്. റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് ശിവൻ പറയും, ഗംഗാധരനോട് കയറിക്കോ, എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ല, അവനെ കാണുമ്പം എനിക്ക് ഹരിയുടെ ഓർമ്മ വരും, ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ, ആ ഓർമ്മകൾ മനസ്സിൽ നിനക്കുള്ളത് കൊണ്ട് നിനക്കാണ് കാര്യങ്ങൾ കൂടുതൽ രോഹിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതുകൊണ്ട് നീയും കൂടെ വാ എന്ന് പറയും. അവരെ അകത്ത് കയറി കഴിയുമ്പം രോഹി ഇങ്ങനെ തളർന്ന് കിടക്കുവാണല്ലോ. അന്നേരം
രോഹി എടാ ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ് അവർ വിളിക്കും. അന്നേരം പയ്യെ ഇവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ അനങ്ങാണ്ടങ്ങ് കിടക്കുവാണേ. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു വലിയ തെറ്റാണ് സംഭവിച്ചത്. ആ തെറ്റിനെ തിരുത്താനുള്ള ഒരു അവസരവും നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിനക്കിപ്പോൾ കിട്ടിയ അവസരം ഹരിക്ക് കിട്ടിയിട്ടില്ല. അവനെ ഈ കേസിൽ ശിക്ഷിക്കുവാണെങ്കിൽ പിന്നെ അവനൊരു ലൈഫില്ല. അവിടുന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവൻ്റെ ലൈഫ് തിരിച്ചു പിടിക്കാനുള്ള സമയം കിട്ടത്തില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയില്ല. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു കിട്ടിയ ലൈഫിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പോൾ നീ എടുക്കുന്ന ഏത് തീരുമാനവും നിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. അതുകൊണ്ട് അത് ആലോചിച്ച് തീരുമാനമെടുക്കണം, ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ പറയും. അതുപോലെ ശിവനും പറയുന്നുണ്ട്, നിനക്കറിയാലോ ഹരിയുടെ കൂടെ എല്ലാ തോന്നിയാസത്തിനും നീയും ഉണ്ടായിരുന്നു. എന്നിട്ടും നിനക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, നീ ഇത് കളഞ്ഞു കുളിക്കരുത്, ജീവിതത്തെ തിരിച്ചു പിടിക്കണം. തെറ്റ് പറ്റി എന്ന് നിനക്ക് മനസ്സിലായല്ലോ, ചോരത്തിളപ്പ് കൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടി. ഞങ്ങൾ ശിക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലായിരുന്നു, അന്ന് ഞങ്ങളോട് മുറുമുറുപ്പായിരുന്നു. ഇപ്പം സംഭവിച്ചതെല്ലാം മറന്നിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം, നല്ലൊരു ജീവിതം മുന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ടാണ് പോകുന്നത്. പോകുന്നതിന് മുമ്പ് ഗംഗാധരൻ പറയുന്നുണ്ട്, തെറ്റുപറ്റി മുന്നോട്ട് പോകാൻ ഒരുപാട് വഴികളുണ്ട്, ആ വഴികൾ നീ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരനും പോകുന്നു. റൂമിൽ നിന്ന് പുറത്തിറക്കി കഴിയുമ്പം സങ്കടം കാരണം ശിവൻ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ, ഹരിയുടെ കാര്യം ഓർത്തിട്ട്. അന്നേരം നീ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഗംഗാധരൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ്. വൈജയന്തിയുടെ റൂമിലേക്ക് ചായയൊക്കെ ആയിട്ട് അലീന വരുന്നു. അന്നേരെ ദേഷ്യം വരുവാണ് വൈജയന്തിക്ക്. വൈജയന്തി പറയും, നിൻ്റെ ചായയൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും പണ്ടേ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, നിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് എന്ന് പറയുമ്പം അതൊക്കെ ശരിയാണ്, പക്ഷേ ചായയ്ക്ക് ആരോടും വിരോധമില്ലല്ലോ എന്ന് പറയുക. അന്നേരം നിൻ്റെ ചായ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ, നിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ട, നിൻ്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ച് എൻ്റെ മുന്നിലേക്ക് വരാതിരിക്കുക, അതാ നല്ലത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബബിത അവിടെ നിൽപ്പുണ്ടല്ലോ. ബബിത പറയും, ആ ചായ ഇങ്ങ് അന്നേരം ആ ചായ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ വലിയ പ്രശ്നം കാണിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ ചായ മേടിച്ച് ബബിത അങ്ങോട്ട് വെക്കുവാണ്. അന്നേരം വൈജയന്തി പിന്നെയും പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലോട്ട് വരണം എന്ന് കരുതിയതല്ല, എനിക്ക് ഈ വീട്ടിലോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഒരുപാട് കാലമൊന്നും ഞാനിവിടെ കാണത്തുമില്ല എന്നൊക്കെ പറയുമ്പം അതൊക്കെ മാഡത്തിൻ്റെ ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക, ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല, ഇനി എന്നെ കണ്ടിട്ട് ഒരു വെറുപ്പ് തോന്നണ്ട, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞങ്ങ് പോകുന്നതേക്കും ഒരു കുടുംബം നശിപ്പിച്ച ജന്തു പോന്നു കണ്ടില്ലേ എന്ന് പറയുവാണ് വൈജയന്തി. പുറത്തേക്ക് ഇറങ്ങിപ്പോയ അലീന അത് കേട്ട് കഴിയുമ്പോൾ തിരിച്ചു കയറി വരും. എന്നിട്ട് പറയുവാണ്, ഈ കുടുംബം നശിപ്പിച്ചത് ആരാണ് എന്നറിയണമെങ്കിൽ ഒരു ആത്മപരിശോധന നടത്തണം, അപ്പം മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്, അതാ വേണ്ടത് എന്ന് പറയുമ്പം അങ്ങനെ ആത്മപരിശോധന നടത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല, എൻ്റെ കുടുംബം നശിപ്പിച്ചത് ഇങ്ങനെ മുന്നിൽ തന്നെ നിൽക്കുമല്ലേ, അപ്പോൾ പിന്നെ വേറെ എന്താ കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ മുന്നിൽ നിൽക്കുന്നതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിലക്കണ്ണാടി ഉപയോഗിക്കണം, അന്നേരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോയി. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് കേട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് വൈജയന്തി. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാഞ്ഞിട്ടാണോ അത് മനസ്സിലായതുകൊണ്ടാണോ എന്നറിയത്തില്ല. വൈജയന്തി ഇങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം ആലോചിച്ച് നിൽപ്പുണ്ട്. അതുപോലെ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ എന്തൊക്കെയോ സംശയത്തോടെ ബബിത ഇങ്ങനെ രണ്ടുപേരും നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഏതായാലും അലീന അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. പിന്നെ വൈജയന്തി റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും. അപ്പോഴത്തേക്കും റൂമിലേക്ക് ശിവനും ഗംഗാധരനോട് വരുന്നുണ്ട്. വന്നിട്ട് ആഹാ ഈ റൂം എത്ര വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എവിടെ വൃത്തിയായിട്ട് കിടക്കുന്നു, ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കിയതാണ്, ആ ബാത്റൂമിലേക്ക് ഒന്ന് കയറി നോക്കണം വൃത്തി അറിയണമെങ്കിൽ, ഈ റൂം മാത്രം അവൾ വൃത്തിയാക്കിയില്ല, അതിന് കാരണം എന്താ, ഞാൻ ഇങ്ങോട്ട് വരികയില്ല എന്ന് അവൾ ഉറപ്പിച്ചായിരുന്നു, അതുകൊണ്ടാണ് ആ ജന്തു അലീന എന്നൊക്കെ പറയുമ്പം ശിവൻ ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ഈ അലീനയുടെ തലയിലോട്ട് കയറാൻ പോകുന്നത്, നീ നിൻ്റെ കാര്യം നോക്കുക, നിൻ്റെ ഭാഗം നീ ശരിയാക്കുക എന്നൊക്കെ പറയുവാണ്. അന്നേരം വൈജയന്തിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരുപാട് നാളൊന്നും നിൽക്കാൻ പോകുന്നില്ല, നിങ്ങൾ എത്ര കാലം എനിക്കിവിടെ കാവൽ നിൽക്കും, നിങ്ങൾ കാവൽ നിർത്തുന്ന തൊട്ടടുത്ത നിമിഷം ഞാൻ എൻ്റെ വഴി നോക്കി പോകും എന്നൊക്കെ പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, നീ ഒരിടത്തേക്കും പോവുകയില്ല, കാലങ്ങളോളം ഇവിടെ കാവൽ നിൽക്കണമെങ്കിൽ ഞാൻ അതും ചെയ്യും, നീ ആരെയാണ് കൂടുതൽ പേടിപ്പിക്കുന്നത് എന്നൊക്കെ ശിവനും ചോദിക്കുന്നുണ്ട്. അന്നേരം ഗംഗാധരൻ ശിവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഇറക്കി വിടും. അന്നേരം പറയുന്നുണ്ട്, നമ്മൾ ഇവളോട് കിടന്ന് ചലച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇവൾക്ക് ഒരു കാര്യവും മനസ്സിലാകില്ല, വെറുതെ സംസാരിച്ച് സമയം കളയുന്നതെന്നൊക്കെ പറഞ്ഞ് ശിവൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോകും. അത് കഴിയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അതങ്ങനെ, ഏതായാലും അതിനു മുമ്പ് നീ ബാലേന്ദ്രനോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വിഴുങ്ങരുത്, ചോദിക്കുന്നതിനെല്ലാം നീ മറുപടി കൊടുത്തിരിക്കണം, നീ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾ ബാലേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിനക്ക് വേണം, അതുകൊണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ ഭാവി നിൻ്റെ കയ്യിലാണ്, അതുകൊണ്ട്
അതുകൊണ്ട് ആലോചിച്ച് സമയം എടുത്ത് നീ ഒരു തീരുമാനം എടുക്കുക, ഞാൻ വീട്ടിൽ കാണും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോളും വരും. സ്കൂളിൽ പോയിട്ട് അവൾക്ക് എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരോടും സംസാരിക്കുന്നു. കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ വന്നു എന്ന് പറയുമ്പോൾ അതിലേറെ അത്ഭുതമാണ്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അമ്മയെ ഞങ്ങൾ ഒരുവിധം ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്, ഇനി അമ്മ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് പറയുമ്പം ഞങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല, അച്ഛൻ വിചാരിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പം അച്ഛൻ വിചാരിച്ചിട്ട് നടന്നില്ല, പക്ഷേ നിങ്ങൾ മക്കൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പലതും നടക്കും, ഞാൻ ആ കാര്യങ്ങളൊക്കെ ഭവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഗംഗാധരൻ പറയുന്നു. നോക്കാമെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞ് അവർ ഇറങ്ങുക. അപ്പോൾ ഇപ്പോൾ പോകണോ എന്ന് ചോദിക്കുമ്പം പോയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് മോളെ എന്ന് ശിവൻ പറയുന്നു. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ പോകുമ്പോൾ കൈയൊക്കെ വീശി ടാറ്റയൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഭവതിയും കൃഷ്ണമോളെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ കൃഷ്ണമോള് വൈജയന്തിയെ പോയി കാണുന്നു. വൈജയന്തിയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്നോർത്ത് വൈജയന്തി കുറ്റപ്പെടുത്തുന്ന കൃഷ്ണമോളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രോഹിത്തിനെ കാണണമെന്ന് പറയുമ്പം കൃഷ്ണമോളാട്ടോ രോഹിത്തിൻ്റെ അടുത്തേക്ക് വൈജയന്തിയെ കൊണ്ടുപോകുന്നത്. അന്നേരം റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ വൈജയന്തി മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് വൈജയന്തി രോഹിത്തിൻ്റെ റൂമിലേക്ക് കയറി വന്ന് രോഹിത്തിനെ കുറ്റപ്പെടുത്തുക. ഒരുപാട് നാണക്കേടുണ്ടാക്കി, അത് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നാണക്കേട് വേറെ ഉണ്ടായിട്ടില്ല, മക്കളും കുടുംബവും ഒന്നും വേണ്ടായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞ് രോഹിത്തിനെ കുറേ കുറ്റപ്പെടുത്തുന്ന വൈജയന്തിയാണ് പിന്നെ കാണിക്കുന്നത്. ഏതായാലും വൈജയന്തിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അലീനയുടെ വാല്യൂ എന്താണ് എന്ന് രോഹിത് മിക്കവാറും മനസ്സിലാക്കിയെടുക്കും. അമ്മ പോലും കുറ്റപ്പെടുത്തുമ്പോൾ ഒപ്പം നിൽക്കുന്നത് അലീനയാണല്ലോ എന്ന് അവന് വിവരമുണ്ടെങ്കിൽ ബോധം വരുമായിരിക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.